ഹലോ, ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ ഓണം വ്ളോഗാണ്. അപ്പം ഞാനൊരു 6 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എഴുന്നേറ്റ് രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇതാ താഴെ എത്തിയിട്ടുണ്ട്. അപ്പം ഇന്നലെ റെഡിയാക്കി വെച്ച കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ടോ എന്നൊന്ന് നോക്കുകയാണ്. രാത്രിയിൽ കുറച്ച് പാലൊക്കെ കാച്ചി ഒഴിച്ചു വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. രാവിലെ നല്ല കട്ട തൈരായിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ബസ്മതി റൈസ് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് മുട്ട ബിരിയാണിയുടെ ഗ്രേവി ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട്. അപ്പം കുറച്ച് റൈസും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ക്ഷീണം വരുമ്പം പെട്ടെന്നൊന്ന് മിക്സ് ചെയ്ത് കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ട് ബസ്മതി റൈസ് കുക്ക് ചെയ്തതാണ്. അപ്പോൾ രാത്രിയിൽ അത് ആറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് പുറത്ത് തന്നെ ഇരുന്നു. ഇപ്പോൾ അതെല്ലാം സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി അതിനെ കൂടി ഫ്രിഡ്ജിലോട്ടൊന്ന് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ ഓണപ്പരിപാടി ഇപ്രാവശ്യം ഫ്രണ്ട്സിൻ്റെ കൂടെ പോട്ട്ലക്ക് സദ്യയാണ്. നമ്മൾ ഒരുമിച്ച് എല്ലാ വിഭവങ്ങളോട് ഉണ്ടാക്കി വെക്കുമ്പോഴത്തേക്കും നമ്മൾ ടയേർഡാവും. അങ്ങനെയും ഞാൻ ചെയ്യാറുണ്ട്, കുറച്ചായിട്ട് ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് നമ്മളൊരു പോട്ട്ലക്ക് സദ്യ നമ്മൾ എല്ലാവരും സെറ്റാക്കി എടുത്തത്. നല്ല അടിപൊളി പ്ലാനിങ്ങോടുകൂടിയായിരുന്നു നമ്മളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. 10-23 വിഭവങ്ങളുള്ള സദ്യയും ഓണക്കളികളും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ഫൺ ഫിൽഡ് ഡേ ആയിരുന്നു. അപ്പോൾ അത് നിങ്ങളുടെ അടുത്തൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്കും നല്ലൊരു മെമ്മറി ആണല്ലോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് നട്ട്സൊക്കെ കഴിച്ച് ഇനി ഉച്ചക്കത്തെ സദ്യയുടെ പരിപാടികൾ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ പരിപ്പ് അങ്ങ് വേവിക്കാനായിട്ട് ഇടണം. അപ്പം നമ്മുടെ ചെറുപയർ പരിപ്പാണിത്. അത് ഞാൻ വറുത്ത് വെച്ചിരുന്നതാണ്. അത് നന്നായിട്ട് കഴുകി വെള്ളത്തിൽ ഇട്ടിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കുക്കറിനകത്ത് ഒന്ന് വേവിക്കാൻ വെക്കുകയാണ്. അപ്പം കുറേ വിസിൽ അടുപ്പിക്കും ഞാൻ. അത് നന്നായിട്ട് കലങ്ങി വരണം. ഒരു 3-4-5 വിസിലൊക്കെ അടുപ്പിക്കുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് വെന്ത് കലങ്ങി വരും. അപ്പോൾ അത് കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ സൈഡിൽ നമ്മുടെ പച്ചടിക്കുള്ള സാധനങ്ങൾ ഇന്നലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ കുക്കുംബർ പോലെ ഡോൺ കുവ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കടയിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അതും ഞാൻ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും ഉപ്പും കൂടി ഇട്ട് ഒരിത്തിരി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ വെക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ചാൽ പിന്നെ അവസാനം ഒത്തിരി വെള്ളമായിപ്പോൾ. അപ്പം നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഒരു ശകലം വെള്ളം മാത്രമേ ഒഴിക്കാവൂ. അതിൽ നിന്നും കുറച്ച് വെള്ളം പുറത്തോട്ട് ഇറങ്ങി വരും. അപ്പോൾ അതും അടച്ച് കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ പായസം ഇന്ന് ഗോതമ്പ് പായസമാണ്. അതിൻ്റെ റെസിപ്പി ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇതിനകത്ത് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു മണിക്കൂർ ഒന്ന് കുതിർക്കാൻ വെക്കണം. അപ്പം ഞാൻ നമ്മുടെ 1 കപ്പ് ഗോതമ്പ് അളന്നതാ എടുത്തിട്ടുണ്ട്. അത് ഞാൻ എപ്പോഴും തന്നെ യൂസ് ചെയ്യുന്നത് ബ്രാഹ്മിൺസിൻ്റെ ബ്രോക്കൺ വീറ്റ് ആണ്. എനിക്കത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായി വരാറുണ്ട്. അപ്പം ഞാൻ വേറെ ഗോതമ്പിൻ്റെ ഇത് ട്രൈ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല. ഇത് ഞാൻ 1 കപ്പ് എടുത്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് സാധാരണ നോർമൽ വാട്ടറിനകത്ത് 1 മണിക്കൂർ ഒന്ന് കുതിർത്ത് വെക്കും. എന്നിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിപ്പോഴേ കുതിർത്ത് പിന്നെ നമുക്ക് കുക്ക് ചെയ്ത് അതൊന്ന് റെഡി ആയിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി പരിപാടികളൊക്കെ ചെയ്യാം. അപ്പം ഞാൻ നല്ലൊരു കാസ്റ്റ് അയൺ വോക്ക് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തു. ഇത് നമ്മുടെ സ്ലൈസ്ഡ് കോക്കനട്ട് ആണ്. ഇത് ഫ്രോസൺ ആയിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. ഇല്ലെങ്കിൽ നമ്മുടെ ഫുൾ തേങ്ങ എടുത്തിട്ട് സ്ലൈസ് ചെയ്തെടുത്താലും മതി. ഇതാകുമ്പോൾ കുറച്ച് ഈസി ആണല്ലോ. എന്നിട്ട് അത് നമ്മുടെ വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഇന്നലെ രാത്രിയിൽ ഉപ്പും മഞ്ഞളും ഇട്ട് കുക്ക് ചെയ്ത് വെച്ച പയറാണ്. നമ്മുടെ മെഴുക്ക് വരട്ടാൻ വേണ്ടിയിട്ടാണ്. പാനിലെ വെളിച്ചെണ്ണയിലിട്ട തേങ്ങാക്കൊത്തിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് മാറി വന്നപ്പോൾ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മുടെ ഈ വേവിച്ച് വെച്ച പയറും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പോകെ നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്യാനായിട്ടുണ്ട്. അപ്പം നമ്മുടെ ഗ്രേറ്റഡ് കോക്കനട്ട് ആണിത്. ഇത് ഞാൻ എപ്പോഴും ഡെയിലി ഡിലൈറ്റിൻ്റെയാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമാവാറ്. പല ബ്രാൻഡ്സും ഞാൻ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ അതിനെ ഒരു 30 സെക്കൻഡ്സ് ഒന്ന് മൈക്രോവേവിനകത്ത് വെച്ച് റെഡിയാക്കി എടുത്തു. എന്നിട്ട് കുറച്ച് തേങ്ങാപ്പീര എടുത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് നല്ല പശ പോലെ പേസ്റ്റ് പോലെ അരച്ചെടുത്തു. അതിലോട്ട് കുറച്ച് കടുക് എടുത്തിട്ട് 1-2 പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്താൽ നമുക്ക് ക്രഷ് ആയിട്ട് കിട്ടും. അപ്പോൾ അതാണ് നമ്മുടെ പച്ചടിയുടെ അരപ്പ്. നന്നായിട്ട് വെന്ത് വന്ന കുക്കുംബറിനകത്തോട്ട് നമ്മൾ അരപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ പയറ് മെഴുക്കുവരട്ടിക്കകത്തോട്ട് ഞാൻ കുറച്ച് കൊച്ചുള്ളി ചതച്ചത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ മൂത്ത് വരുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് കുറച്ച് നമ്മുടെ കൊച്ചുള്ളി ചതച്ചത് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് കുറച്ച് ക്രഷ്ഡ് ചില്ലിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ക്രഷ്ഡ് ചില്ലി ഇരിക്കുന്നില്ലാഞ്ഞതുകൊണ്ട് ഞാൻ നമ്മുടെ കോഫി മില്ലിനകത്തോട്ട് കുറച്ച് നമ്മുടെ വറ്റൽമുളക് ഉണ്ടല്ലോ അതെടുത്തിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അപ്പോൾ അതും കൂടി നമ്മുടെ എരിവിനനുസരിച്ചിട്ട്, എൻ്റേത് ഇത് കാശ്മീരി ചില്ലി അല്ലാത്തതുകൊണ്ട് നല്ല എരിവ് വരും. അപ്പോൾ അതുകൊണ്ട് അത് നോക്കിയിട്ട് കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി നമ്മുടെ പരുവത്തിൽ അതൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെഴുക്കുവരട്ടി റെഡിയാണ്. അപ്പോൾ ഇത് ഇന്നലെ രാത്രിയിൽ ഒഴിച്ചു വെച്ച തൈരാണ്. നല്ല തൈരായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതാ വാങ്ങിച്ച തൈരുണ്ടായിരുന്നു. അതിന് കുറച്ച് പുളിപ്പ് കൂടുതലാണെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ തൈര് ഒഴിച്ചു വെച്ചത്. നമ്മൾ അരപ്പ് ചേർത്തൊക്കെ നന്നായിട്ട് തിളച്ചു വന്നപ്പോൾ ഗ്യാസ് കംപ്ലീറ്റ് ആയിട്ട് ഓഫ് ചെയ്തതിന് ശേഷമാണ് തൈര് ചേർക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് തൈര് ചേർത്ത് അടച്ചു വെച്ചിട്ട് ഇനി കുറച്ച് കഴിഞ്ഞ് നമുക്ക് കടുക് വറുത്ത് ചേർക്കാം. ഇനി പരിപ്പിനുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും കൂടി ഇത്തിരി വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. എന്നിട്ട് വെന്ത പരിപ്പിനകത്തോട്ട് അത് ആഡ് ചെയ്ത് കൊടുക്കുക. വെള്ളം പോരെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ആഡ് ചെയ്താൽ മതി. ഇരുന്ന് കുറുകുന്നതായതുകൊണ്ട് നമ്മൾ വെള്ളത്തിൻ്റെ
കൺസിസ്റ്റൻസി കറക്റ്റ് ആക്കി എടുത്താൽ മതി. എന്നിട്ടൊന്ന് ചെറുതായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് നിർത്താം. വേണമെങ്കിൽ മൊത്തം പരിപ്പിനകത്തോട് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ സെർവ് ചെയ്യുമ്പോൾ ഓരോരുത്തർക്ക് വിളമ്പി കൊടുത്താലും മതി. ഇനി നമുക്ക് പച്ചടിക്ക് കടുക് വറുത്തെടുക്കണം. അപ്പൊ കുറച്ച് കടുക് പൊട്ടിച്ച് അതിലോട്ട് കുറച്ച് വറ്റൽമുളക്, ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടെ ചേർത്ത് താളിച്ച് ചേർത്ത് അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടിയാണ്. റാഗി ദോശയാണ് ഇന്ന് രാവിലെ. അപ്പൊ നമ്മുടെ റാഗി ഇന്നലെ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വന്നിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. രാത്രിയിൽ അരച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലത്തേക്ക് നല്ല അടിപൊളിയായിട്ട് പൊളിച്ചു പൊങ്ങിയിരിക്കും. നല്ല ഹെൽത്തി റെസിപ്പിയാണ്. ഞാൻ വരുന്ന വീഡിയോയിൽ ഇതിന്റെ റെസിപ്പി ഷെയർ ചെയ്യാം. അപ്പൊ നമ്മുടെ കാസ്റ്റ് അയൺ പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിൽ കുറച്ച് നല്ലെണ്ണ പുരട്ടിയാണ് ഞാൻ ദോശ ചുട്ടെടുക്കുന്നത്. ഗോതമ്പ് കുതിർത്ത് വെച്ചിട്ട് 1 മണിക്കൂർ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്കിനി അതിനെ ഒന്ന് വേവിക്കാൻ വെക്കാം. അപ്പൊ ഈ ഒരു കുക്കർ ഞാൻ പായസത്തിന് വേണ്ടി മാത്രം വെച്ചിരിക്കുന്ന കുക്കറാണ്. അപ്പൊ പുളിയുള്ള സാധനങ്ങളൊന്നും ഇതിനകത്ത് കുക്ക് ചെയ്യാറില്ല. കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്ന ഒരു സ്റ്റീൽ കുക്കറാണ്. ചോറോ കറികളോ ഒന്നും ഇതിനകത്ത് ഞാൻ വെക്കാറില്ല. ഇതിനകത്ത് പായസം മാത്രമാണ് വെക്കുന്നത്. അപ്പൊ നമുക്ക് പിരിഞ്ഞു പോകുമോ അങ്ങനത്തെ ഒരു പേടി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. 1 കപ്പ് ബ്രോക്കൺ വീറ്റ് നന്നായിട്ട് കഴുകി 1 മണിക്കൂർ കുതിർത്തത് 2.5 കപ്പ് വെള്ളം ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ 1 വിസിലിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. തീ ഓഫ് ചെയ്ത് പ്രഷർ എല്ലാം കംപ്ലീറ്റ്ലി മാറിയിട്ട് വേണം തുറന്ന് നോക്കാൻ. ഇനി നമുക്ക് ശർക്കര പാനിയും കൂടി റെഡി ആക്കിയിട്ടെടുക്കാം. അപ്പോൾ 1 കപ്പ് ബ്രോക്കൺ വീറ്റിന് 2 കപ്പ് ശർക്കരയാണ് എടുക്കുന്നത്. അപ്പം കട്ട ശർക്കരയാണെങ്കിൽ ചീകിയിട്ട് 2 കപ്പ് അളന്നെടുക്കുക. ഇത് പൊടി ശർക്കര ആയതുകൊണ്ട് ഞാൻ 2 കപ്പ് മെഷർ ചെയ്ത് അളന്നെടുത്തിട്ടുണ്ട്. 1/2 കപ്പ് വെള്ളം മതി. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഫ്ലെയിമിൽ വെച്ച് നമ്മൾ ഒരുപാട് നേരമൊന്നും അതിനെ വഴറ്റിക്കൊണ്ട് നിൽക്കേണ്ട. ജസ്റ്റ് എല്ലാം ഒന്ന് അലിഞ്ഞു വന്നു കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. അങ്ങനെ അതും റെഡി ആക്കി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ റാഗി ദോശയും കുറച്ച് തേങ്ങാ ചമ്മന്തി ആയിട്ടാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. പായസ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് എളുപ്പത്തിലൊരു രസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കടുക് പൊട്ടി വന്നപ്പോൾ കുറച്ച് ജീരകം ആഡ് ചെയ്ത് അത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലോട്ട് കുറച്ച് വറ്റൽമുളകും കുറച്ച് നമ്മുടെ വെളുത്തുള്ളിയും കൂടെ ചേർത്ത്, വെളുത്തുള്ളിയുടെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വന്നപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പച്ചമുളകാണ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും 2 മീഡിയം സൈസ് തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇത്തിരി ഉപ്പും കൂടി ചേർത്ത് നമുക്ക് വഴറ്റിയെടുക്കാം. തക്കാളി നല്ല സോഫ്റ്റ് ആയിട്ട് വന്നതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇത്തിരി മുളക് പൊടിയും ചേർത്തു. അപ്പോൾ എരിവിന് കൂടുതൽ ഞാൻ നമ്മുടെ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ വാളംപുളി അല്ലെങ്കിൽ പിഴുപുളി നന്നായിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിനെ പിഴിഞ്ഞെടുത്ത വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പുളിയൊക്കെ നമ്മുടെ ആവശ്യത്തിന് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് പരുവത്തിനാക്കി എടുക്കുക. പോരാത്തതിന് ബാക്കി വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്യാം. ഉപ്പും പുളിയും എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് നമുക്കൊരു ഇത്തിരി ശർക്കരപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി കുറച്ച് കറിവേപ്പിലയും അത് കഴിഞ്ഞിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായിട്ട് തിളച്ചു വരണം. അപ്പം നമ്മുടെ രസം റെഡിയാണ്. ഇത്രയേ ഉള്ളൂ. ഈസി അല്ലേ? നമ്മുടെ സദ്യയൊക്കെ കഴിഞ്ഞ് ഒരു രസമൊക്കെ കുടിക്കുന്നത് അടിപൊളിയല്ലേ? ഇനി നമുക്ക് പായസത്തിന്റെ ബാക്കി പരിപാടികൾ ചെയ്യാം. അപ്പം നമ്മുടെ 1 കപ്പ് ബ്രോക്കൺ വീറ്റിന് 3 കപ്പ് പാലും 1 കപ്പ് വെള്ളവും കൂടിയാണ് ഞാൻ അളന്നെടുക്കുന്നത്. എന്നിട്ട് നമുക്കതിനെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. പായസത്തിന്റെ ബാക്കി പരിപാടികൾ ഒരു അടുപ്പിൽ ചെയ്യുമ്പോൾ നമുക്ക് മറ്റേ അടുപ്പിൽ ഈ പാലും കൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം. അപ്പം രണ്ടും നമുക്ക് സൈഡിൽ ചെയ്ത് പോവാം. പാല് നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ പായസത്തിനകത്തോട്ട് ആഡ് ചെയ്യാവൂ, ഇല്ലെങ്കിൽ പാല് പിരിഞ്ഞു പോവും. പച്ചപ്പാല് ആഡ് ചെയ്യരുത്. അപ്പം നമ്മുടെ ബ്രോക്കൺ വീറ്റ് കുക്ക് ചെയ്തത് നല്ല അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ട് ഇരിക്കുന്നുണ്ട്. ഒരു ശക്കലം പോലും എക്സ്ട്രാ വെള്ളവും ഇല്ല. നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ ഇതിനകത്തൊന്നും എനിക്ക് ഊറ്റിയെടുക്കാനോ ഒന്നുമില്ല. വെള്ളം എക്സ്ട്രാ ഉണ്ടെങ്കിൽ അത് ഊറ്റിയെടുക്കണം. ബ്രാഹ്മിൺസിന്റെ ബ്രോക്കൺ വീറ്റ് ഈ ഒരു അളവിൽ ഈ ഒരു പ്രഷർ കുക്കറിൽ എനിക്ക് എപ്പോഴും നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒട്ടും എക്സ്ട്രാ വെള്ളമില്ലാതെ കറക്റ്റായിട്ട് കുക്കായി വരാറുണ്ട്. അപ്പോൾ കുക്കറിൻ്റെയും വീറ്റിൻ്റെയും ഒക്കെ അനുസരിച്ചിട്ട് ഇനി എക്സ്ട്രാ വെള്ളം വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതൊന്ന് ഊറ്റി മാറ്റിയെടുത്താൽ മതി. പായസം ഉണ്ടാക്കാനുള്ള പാത്രത്തിൽ ഞാൻ കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് നമ്മുടെ കാഷ്യൂനട്ടും കിസ്മിസും കുറച്ച് തേങ്ങാക്കൊത്തും കൂടി വറുത്ത് നല്ല ഗോൾഡൻ ഷെയ്ഡിൽ മാറ്റിയെടുത്തിട്ടുണ്ട്. ആ പാത്രത്തിൽ തന്നെ കുറച്ച് എക്സ്ട്രാ നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മുടെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഗോതമ്പ് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരുപാട് ചൂടാവുന്നതിന് മുന്നേ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പൊട്ടിത്തെറിക്കേണ്ട. പതുക്കെ ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിതിനെ ഒന്ന് വഴറ്റി എടുക്കണം. ഒരുപാട് കുത്തി ഉടയ്ക്കരുത്, പതുക്കെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഒരു 3-4 മിനിറ്റ്. അത് കഴിയുമ്പോൾ നമുക്കിതാ നമ്മൾ ഉരുക്കി വെച്ചിരുന്ന ശർക്കര അരിച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഏത് ശർക്കരയാണെങ്കിലും നമുക്കറിയില്ലല്ലോ, അപ്പോൾ എപ്പോഴും അരിച്ചൊഴിക്കുന്നതാണ് സേഫ്. ഇനി ഇതിനെ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് എക്സ്ട്രാ നെയ്യൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ വഴറ്റി കണ്ടോ, അത് കൺസിസ്റ്റൻസി നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇതിന്റെ പാകം പറയുന്നത് ഈ ശർക്കര ഇങ്ങനെ എടുത്ത് നോക്കുമ്പം ഒറ്റ നൂൽ പരുവത്തിൽ വരണം എന്നൊക്കെയാണ്. പക്ഷെ നമ്മൾ ആദ്യം ഒഴിച്ച ശർക്കരയിൽ നിന്നും നമ്മൾ വഴറ്റി നന്നായിട്ട് കുറുകി വരുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പം നമ്മൾ സൈഡിൽ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഒരു 1/2 എമൗണ്ട് ഓഫ് പാലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം 3 കപ്പ് പാലും 1 കപ്പ് വെള്ളവും ആയിരുന്നില്ലേ,
അതിന്റെ ഹാഫ് എമൗണ്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തു. വീണ്ടും മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് കുറുകി വരുമ്പോൾ ബാക്കിയുള്ള പാലും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ചെറിയൊരു തിള വരുമ്പം നമുക്ക് നോക്കാം. കൺസിസ്റ്റൻസി കറക്റ്റ് ആക്കി ഓഫ് ചെയ്യുക. ഇരുന്ന് കുറുകുന്ന പായസമാണ്, അപ്പൊ അതൊരു മനസ്സിൽ വിചാരിച്ചിട്ട് നമ്മുടെ ആവശ്യത്തിനുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഓഫ് ചെയ്യാം. ഇത് കണ്ടില്ലേ, നമ്മൾ 2 പ്രാവശ്യമായിട്ട് ആഡ് ചെയ്ത പാലൊക്കെ ഒന്ന് കുറുകി നമ്മുടെ ആവശ്യത്തിനുള്ള കൺസിസ്റ്റൻസിയിൽ ആയിട്ടുണ്ട്. ഇത് ഇലയിലല്ലേ ഒഴിക്കേണ്ടത്, അപ്പൊ നമുക്ക് അതനുസരിച്ചിട്ടുള്ള പരുവത്തിൽ നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഏലക്ക പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുത്തു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ വറുത്ത് വെച്ച കാഷ്യൂനട്ടും കിസ്മിസും അതുപോലെ തേങ്ങാക്കൊത്ത് വറുത്തതും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൂപ്പർ യമ്മി ആയിട്ടുള്ള ഗോതമ്പ് പായസം റെഡിയാണ്. അപ്പം നമ്മുടെ എല്ലാ സാധനങ്ങളും റെഡി ആക്കി കഴിഞ്ഞപ്പോൾ ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെല്ലാം നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു, കൗണ്ടറൊക്കെ ക്ലീൻ ആക്കി നമ്മുടെ കിച്ചൺ ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി തൂക്കലിനും തുടയ്ക്കലിനും ഒന്നും സമയമില്ലാത്തതുകൊണ്ട് ആ പണിത ഈ കുഞ്ഞുകുട്ടനെ ഏൽപ്പിച്ചിട്ട് നമ്മളെല്ലാം റെഡി ആവാൻ പോയി. അങ്ങനെ എല്ലാവരും റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ട്രഡീഷണൽ വെയേഴ്സ് ഒന്നും വേണ്ട, കുറച്ച് കംഫർട്ടബിൾ വെയേഴ്സ് ആകാമെന്ന് വിചാരിച്ചിട്ടാണ്. നമുക്ക് സദ്യയൊക്കെ വിളമ്പണം, ഗെയിംസ് ഒക്കെ കളിക്കണം, അപ്പോൾ കുറച്ച് കംഫർട്ടബിൾ ഡ്രസ്സാണ് എല്ലാവരും ഇട്ടിട്ടുണ്ടായിരുന്നത്. കുട്ടീസിന് നമ്മൾ പട്ടുപാവാടകളൊക്കെ കൊടുത്തു. ബോയ്സ് ഒക്കെ പാൻറ്റും ഷർട്ടും ഒക്കെ ആയിരുന്നു, കാരണം എല്ലാവർക്കും മുണ്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിള്ളേർക്ക് ദെയർ ചോയ്സ് ആയിരുന്നു, അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ ഇറങ്ങി മഞ്ജൂസിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അവിടെ എത്തിയപ്പോൾ സർപ്രൈസ് ആയിട്ടൊരു പൂക്കളം ഉണ്ടായിരുന്നു. നല്ല വിളക്കൊക്കെ കത്തിച്ചു വെച്ച് അതിന് ചുറ്റും പൂക്കളമൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് എൻട്രൻസിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. സർപ്രൈസ് പൂക്കളം ആയതുകൊണ്ട് കണ്ട വഴിക്ക് തന്നെ ഞെട്ടി. പിന്നെ ഒന്നുകൂടെ സൂം ചെയ്ത് നോക്കിയപ്പോൾ ഇത് പ്ലാസ്റ്റിക് പൂവാണെന്നും ആകെ ജീവനുള്ള ഐറ്റം ആ ആപ്പിളിന്റെ ഇലയാണെന്ന് അറിഞ്ഞപ്പോൾ വീണ്ടും ഞെട്ടി. നമ്മളിത് അടുക്കളയിൽ എത്തിയിട്ടുണ്ട്. വന്ന കാലിൽ നിന്ന് കുറച്ച് സൊറയൊക്കെ പറഞ്ഞ് ഇനി നമ്മുടെ കറികളൊക്കെ എടുത്തൊന്ന് റെഡിയാക്കി വെക്കണം. ലാസ്റ്റ് സെക്ഷനായിട്ട് കുറച്ച് പപ്പടം കൂടി കാച്ചാനുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ വിഭവങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിവൈഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പോട്ട്ലക്ക് സദ്യ ആയതുകൊണ്ട് തന്നെ ഒരാൾക്ക് ഓവർ ബർഡനും ഇല്ല. എന്നാൽ റെഡിമെയ്ഡ് സദ്യ വാങ്ങിക്കുന്നതിനെക്കാട്ടിലും നമ്മൾ സന്തോഷത്തോടെ ഉണ്ടാക്കിയ സാധനം കുറച്ച് എൻജോയ് ചെയ്ത് നമുക്ക് കഴിക്കാനും പറ്റും. പപ്പടം കാച്ചി റെഡി ആവുന്ന സമയം കൊണ്ട് ബാക്കി വിഭവങ്ങളെല്ലാം നമ്മൾ വിളമ്പാൻ പാകത്തിനൊന്ന് ഒരുക്കി വെച്ചു. നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ അടിപൊളി ഇഞ്ചിപ്പുളി അങ്ങോട്ട് തുടങ്ങാം. പിന്നെ കടയിൽ നിന്ന് വാങ്ങിച്ച 2 അച്ചാറുകൾ, നാരങ്ങ അച്ചാറും മാങ്ങ അച്ചാറും, അവിയല്, ക്യാബേജ് തോരൻ, സദ്യയിൽ ഇച്ചിരി നോൺ വെജിന്റെ മണം തരുന്ന നമ്മുടെ കൂട്ടുകറി, തേങ്ങാക്കുത്തൊക്കെ ഇട്ട് മൂപ്പിച്ചെടുത്ത നമ്മുടെ പയറ് മെഴുക്കുവരട്ടി, നല്ല കുറുക്ക് കാളൻ, ലുക്കിലും ടേസ്റ്റിലും അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഓലൻ, പിന്നെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത യമ്മി മധുര പച്ചടി, ഡോൺ ഗോ ഇട്ട് കുക്ക് ചെയ്തെടുത്ത നമ്മുടെ കുക്കുംബർ പച്ചടി, പരിപ്പ്, സാമ്പാർ, പുളിശ്ശേരി, രസം, പിന്നെ ഒളിച്ചിരിക്കുന്ന നമ്മുടെ പച്ചമോര്, ചതച്ച ഇഞ്ചിയും കറിവേപ്പിലയൊക്കെ ഇട്ട ഒരു മോര് കുടിക്കുമ്പോൾ നമ്മുടെ സദ്യയൊക്കെ ഒന്ന് സെറ്റ് ആകുമല്ലോ. അപ്പം അങ്ങനെ നമ്മുടെ പച്ചമോരും പിന്നെ 2 തരം പായസമായിരുന്നു, സേമിയ പായസവും പിന്നെ നമ്മുടെ വീറ്റ് പായസവും. ഒരു സാധനം ഇവിടെ വെക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു, എരിശ്ശേരി. പിന്നെ നമ്മുടെ പഴവും പപ്പടവും ഉപ്പേരിയും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി സദ്യ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് വിളക്കത്ത് വിളമ്പി, വിളക്കൊക്കെ കത്തിച്ച് വെച്ച് പൂക്കളമൊക്കെ ഇട്ട് നമ്മൾ വിളക്കത്ത് എല്ലാവരും കൂടെ വിളമ്പി തുടങ്ങുമ്പോൾ തന്നെ ഒരു ഐശ്വര്യമാണല്ലോ. അപ്പൊ എല്ലാം ഇത്തിരി വിളക്കത്തൊന്ന് വിളമ്പിയിട്ട് ആദ്യം തന്നെ നമ്മുടെ കുട്ടീസിന് ഫുഡ് കൊടുത്തങ്ങ് സെറ്റ് ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് നമ്മുടെ ഒരു സൗകര്യം പോലെ പതുക്കെ ഇരുന്ന് കഴിക്കാമല്ലോ. കുട്ടീസിനെ വേണമെങ്കിൽ ഡൈനിങ് ടേബിളിൽ ഇരുത്തായിരുന്നു, പക്ഷെ നമ്മൾ ഇച്ചിരി ട്രഡീഷണൽ ആയിക്കോട്ടെ എന്ന് വെച്ച് നിലത്ത് പായൊക്കെ വിരിച്ച് എല്ലാവർക്കും വാഴയിലേക്ക് ഇട്ട് അവരെല്ലാവരും നിലത്തിരുന്നാണ് സദ്യ കഴിച്ചത്. അറ്റൻഷൻ പ്ലീസ് എന്ന് പറയുന്നത് കൂട്ടതാ എല്ലാവരും ഒറ്റ വഴിക്ക് നോക്കിയിരുന്ന് നമ്മൾ ഇവരുടെ ഫോട്ടോ ഒക്കെ എടുത്തു. പണ്ടത്തെ പോലെയൊന്നും അല്ലല്ലോ, ഇപ്പൊ നമ്മുടെ കയ്യിലൊക്കെ ഏത് തരം ക്യാമറ വേണം. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഏത് ആഘോഷമാണെങ്കിലും ഫോട്ടോ ഇല്ലാത്തൊരു പരിപാടി ഇല്ലല്ലോ. അങ്ങനെ നമ്മുടെ കുട്ടിപ്പട്ടാളം കഴിക്കുന്നതിന്റെ ഫോട്ടോസ് ഒക്കെ എടുത്ത് അവരുടെ ചുറ്റിനും നിന്നും ഇരുന്നും ഒക്കെ അവരെ ഒന്ന് പതുക്കെ കഴിപ്പിച്ച് സെറ്റാക്കി കഴിഞ്ഞിട്ട് ഇനി നമ്മുടെ ഫുഡിനുള്ള പരിപാടികൾ ഇലയിട്ട് വിളമ്പുവാണ്. ഒരു പപ്പടം ഇവിടെ, ഒരു പപ്പടം ഇവിടെ, കൂട്ടുകാരി പോയോ? ഇവിടെ കസേരയെ പിടിച്ചിട്ട് ഇതിന് ചില സാധനങ്ങളൊക്കെ നമ്മൾ കണ്ടു വെച്ചു.
എരിശ്ശേരിയും പപ്പടവും പഴവും പായസവും ഒഴിച്ചുകറികളും എല്ലാം കൂടെ ചേർത്തൊരു 10-23 വിഭവങ്ങളുണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ നിരത്തി വെച്ച് നല്ല അടിപൊളി സദ്യ തുടങ്ങി. പിള്ളേരുടെ കൂട്ട് നിലത്തിരുന്ന് കഴിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും നമ്മുടെ മീശ മാധവൻ സിനിമയിലെ പിള്ളേച്ചൻ പറയുന്നത് പോലെ നിവരാൻ വേണ്ടി കുനിഞ്ഞതാന്ന് പറയുന്ന പോലെ നമ്മൾ കുനിഞ്ഞാൽ നിവരാൻ പറ്റുമോ എന്ന് വലിയ ഉറപ്പില്ലാത്തത് കൊണ്ട് ആ ഒരു സാഹസത്തിന് നമ്മൾ മുതിർന്നില്ല. 6 കസേര കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ വട്ടമേശയിൽ ഇരുന്ന് അങ്ങോട്ട് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. പറയുമ്പോൾ പിന്നെ അത്രയ്ക്കൊന്നും ഇല്ലാന്ന് തോന്നുമെങ്കിലും സത്യത്തിൽ ഓരോ വിഭവങ്ങളും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. നമ്മൾ 3 പേരും കുക്ക് ചെയ്ത ഓരോ സാധനങ്ങളും അടിപൊളിയായിരുന്നു. ഇഞ്ചിക്കറിയൊക്കെ ആണെങ്കിൽ വേറെ ലെവലായിരുന്നു. മധുര പച്ചടി പറയാണ്ടിരിക്കാൻ പറ്റൂല, അത്ര അടിപൊളിയായിരുന്നു. പിള്ളേർ 2 പേരും നമ്മുടെ ചുറ്റിനും നിന്ന് നമ്മുടെ ആവശ്യാനുസരണം എരിശ്ശേരി പുളിശ്ശേരി പായസം എല്ലാം കൂടെ വിളമ്പി തന്ന് നമ്മുടെ കുമ്പ ഫുള്ളാക്കിയിട്ടുണ്ടായിരുന്നു. പേരൊക്കെ പഠിപ്പിക്കും. വെളുത്ത സാധനം അവർക്ക് ആദ്യം സാധനം ഐഡന്റിഫൈ ചെയ്യണം. പേരറിയില്ല, അതിന് കണ്ടൊക്കെ പിടിച്ച് ഗൂഗിൾ നോക്കിയിട്ടാണ് QR കോഡ് വെക്കേണ്ടി ചോറ് വേണം, പിന്നെ അവിയലും വേണം. സാമ്പാർ എപ്പോഴും കഷ്ണത്തോട് ചിങ്കുഞ്ഞ ഇച്ചിരി ഇങ്ങോട്ട് സാമ്പാറൊക്കെ ഹൈക്കിങ്ങിന് പുലി കയറുന്നവര് ചാടി കയറുന്നവർക്ക് എന്ത് ക്ഷീണം, എന്തോ തവലയാണോ ഇതെന്തോ അധ്വാനിച്ചപ്പോഴാണ്. എന്താ ഉദ്ദേശം എന്നറിയോ? ഒരു പായ ഉണ്ട് താഴെ, പതുക്കെ ഒന്ന് ഇരുന്നു. കുട്ടി എന്ത് സംഭവിച്ചെന്ന് മനസ്സിലായോ? ഒരു കാര്യത്തിൽ ചിരിച്ചോണ്ടിരുന്നല്ലോ. ഷോപ്പ് നടത്തു നോക്കിയ പാവം സത്യക്ക് ആദ്യം കഴിച്ചവര് ഇവിടെ വരെ വന്നു. നമ്മുടെ ദീപു ചേട്ടൻ നല്ല അടിപൊളിയായിട്ട് ഹൈക്കിങ്ങിനൊക്കെ ഇഷ്ടം പോലെ പോകുന്ന ഒരാളാണ്. പക്ഷേ ഇത് അതുപോലെ ഇല്ലല്ലോ. മലയിലൊക്കെ വലിഞ്ഞു കയറുന്ന അത്ര എളുപ്പമാണോ സദ്യ കഴിക്കുക എന്നുള്ളത്? നന്നായിട്ട് നമ്മൾ അധ്വാനിച്ച കാര്യമായതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഓരോ വഴിക്ക് വീണു എന്ന് തന്നെ പറയാം. ദീപു ചേട്ടൻ പതുക്കെ ഒരു പായൊക്കെ ഇട്ട് ഒരു സൈഡിലിരുന്നു, പതുക്കെ കിടന്നു. ആ ഒരു പരുവത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് നമ്മൾ അടുത്ത സമ്മറിൽ ഇവിടെ പോകണം എന്നൊക്കെയുള്ള ഒരു ചെറിയ പ്ലാന്. ഇതിന് പ്ലാനിങ് എന്നൊക്കെ പറയാൻ പറ്റുമോ എന്നറിയില്ല. നമ്മുടെ ഓരോരുത്തരുടെയും സജഷൻസ്, കുറച്ച് സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് ചർച്ച ചെയ്യുക. അതിൽ നിന്ന് നമുക്ക് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളൊന്ന് ചൂസ് ചെയ്ത് പിന്നെ ബാക്കിയുള്ള മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്ത് റിസർച്ച് ചെയ്ത് നമുക്ക് പോകാൻ പറ്റുന്ന ഡേറ്റും സ്ഥലങ്ങളും താമസവും ഒക്കെ ഒത്തു വരുമ്പോഴാണല്ലോ നമ്മുടെ ഡിസിഷൻ ഫൈനൽ ആവുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇനിഷ്യൽ ചർച്ച എന്ന് വേണമെങ്കിൽ പറയാം. ഒന്ന് തുടക്കം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇനി മുന്നോട്ട് നമുക്ക് സമയം കിട്ടുമ്പം പതുക്കെ ഡിസ്കസ് ചെയ്ത് ഡിസൈഡ് ചെയ്യാമല്ലോ. ഏതായാലും പാമ്പ് എര വിഴുങ്ങിയതുപോലെ അനങ്ങാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇരിക്കുകയാണ്. അപ്പം പിന്നെ എന്തായാലും അവിടെ ഇരിക്കുന്നു. അപ്പം നമ്മുടെ ചർച്ചയ്ക്കൊരു തുടക്കമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്ത് അതിൽ നിന്ന് പൊട്ടി വന്ന കുറച്ച് തമാശകൾ കാരണം ഇത്രയും വയറ് നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് ചിരിക്കാൻ പറ്റാണ്ട് ഞാൻ എഴുന്നേറ്റ് അവിടുന്ന് പോയതാണ്. ഞാൻ ഇട്ടോണ്ടിരുന്നത് പാവാടയല്ല പാൻ്റ് ആയിരുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ മഞ്ജൂസ് ആകെ ഷോക്കായി ഞെട്ടിത്തരിച്ചുപോയി. എൻ്റെ കാല് 2 വഴിക്ക് പോകുന്ന കണ്ടപ്പോഴാണത്രേ അത് പാൻ്റാണെന്ന് മനസ്സിലായത്. പാൻറ്റിന് ഇത്രയും വിസ്താരം ഉണ്ടായിരിക്കും എന്ന് എക്സ്പെക്ട് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഷോക്കിൽ ഉണ്ടായതാണ് ബാക്കി ചിരി. അപ്പം ഞാൻ 2019 നാട്ടിൽ പോയ സമയത്ത് എൻ്റെ പേരമ്മയുടെ മോള് സിനു ചേച്ചി വാങ്ങിച്ചു തന്ന പാൻ്റാണ്. അതിനെ ഞാനൊരു മജന്ത ടോപ്പുമായിട്ട് പെയർ ചെയ്തു. ഇന്ന് തന്നെ വാങ്ങിച്ചതാണ് ഈ ടോപ്പും. അതിന്റെ സൈഡിൽ ഇച്ചിരി നീല കളറൊക്കെ ഉള്ളതുകൊണ്ട് ഈ പാൻറ്റിന്റെ കൂടെ അങ്ങ് പെയർ ചെയ്തിട്ടതാണ്. നമ്മൾ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ശക്കലം പോലും ഫോർമാലിറ്റി ഇല്ലാത്ത ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുന്ന സമയം അതിന്റെ മാക്സിമം പീക്കിൽ നമുക്ക് എൻജോയ് ചെയ്യാനും പറ്റാറുണ്ട്. അങ്ങനെ കുറച്ച് അധിക നേരത്തെ വിശ്രമത്തിന് ശേഷം നമ്മൾ ഗെയിംസിലോട്ട് കടക്കാമെന്ന് വിചാരിച്ചു. ഇനി കുറച്ച് ഓണക്കളികളാവാം. സുന്ദരിക്ക് പൊട്ടുകുത്തലും കസേര കളിയും എല്ലാമായിട്ട് കുറച്ച് അല്ലറ ചില്ലറ ഓണക്കളികളെല്ലാം കൂടെ ചേർത്ത് ബാക്കിയുള്ള സമയം അടിപൊളിയാക്കി. അങ്ങനെ സഞ്ജന ഒരു അടിപൊളി സുന്ദരീനെ ബോഡി വരച്ചു. ഇനി നമുക്ക് കണ്ണ് കെട്ടി പൊട്ടുകുത്തി നോക്കാം. ഇവിടെയാണ് കേട്ടോ കറക്റ്റ് സ്പോട്ട്. ഈ നെറ്റ് ഇതിന്റെ വരയുടെ ഇവിടെ മഞ്ജു കാണാട്ടോ. മഞ്ജു
പൊക്കി വെക്കല്ലേ ഞാൻ തട്ടി വീഴോടെ പറയണേ. ഇതിന് പൊട്ടായിരുന്നു ബെറ്റർ കേട്ടോ. വരക്കില്ലേ ഷാംലി ബോർഡിൽ തൊടാൻ സമ്മതിക്കണം കേട്ടോ. ഭിത്തിയിൽ തൊടരുത്. ഞങ്ങള് നോ എന്ന് പറഞ്ഞാൽ ചെയ്യരുത് കേട്ടോ. ഇനി വിട്ടോ. ആ സോറി കൈമാറ്റി ഈ വഴി വേണ്ട ഇനി. My calculations are tough. ഇതാ ബോർഡ്. ഓക്കെ എത്ര ഉള്ളൂ? That's it. പൊക്കി പിടിച്ചു ശരി. അതൊന്നും പറ്റില്ല കേട്ടോ. Sleeping now. അതെ അതാണ് കറക്റ്റ്. ബ്യൂട്ടി സ്പോട്ട്. Yes. ആ പെണ്ണിനെ തുടച്ചു കളയരുത്. ഓക്കെ കൈമാറ്റി കഴിഞ്ഞു. We should be asking if she can breathe. അതെ, കാണാൻ പറ്റുന്നത് അങ്ങനെയാ. അവരുടെ ബോർഡ് അതിന് കുത്തിക്കോ. മേളിലുണ്ടോ പിക്ചർ? ആ അവളെ അളവെടുക്കുവാണേ, അവളെ അളവെടുക്കുവാണേ. കൈമാറ്റിക്കോ. അതിന് കുത്തിക്കോ. ഇതാണ് girl. കറക്റ്റ് ഒറ്റപ്പെട്ടു. കറക്റ്റ്. നേരെ പോട്ടെ. നേരെ പോട്ടെ. ഓ ഇപ്പൊ സംഭവം ഇപ്പൊ ടെക്നിക്ക് അവളല്ലേ വരച്ചത്. ചുമ്മാ വാണി, ഇത് കാണാൻ വാണി. കാണാവോ? കാണാം കാണാം. ഇതേ എന്റെ മോളിൽ തന്നെ വരിക. ആ പടത്തിന്റെ മോളിൽ. ഇനിയൊന്നുമില്ല. കൊച്ചു കാണാൻ ഓക്കെ നോക്കാനോ അവിടെ വെച്ചോ നീ കടി കാണണ്ടേ കാണാവേ, ചേട്ടൻ കള്ളനാണ്. എന്റെ മുഖത്തോട്ടല്ല. എവിടെയാ കാണാതിരിക്കും. Don't worry about it. Just leave that, okay? Why are you singing that? ഫ്രണ്ട് Yo, bro, that's not. Just stop mogging, bro. വെരി ഗുഡ്. ഓക്കെ ഇനി കൈ ബാക്കിൽ വെച്ചോ. കൈ ബാക്കിൽ വെച്ചോ. ഇച്ചിരി ബാക്കിനോട് നീക്കാം. കറക്റ്റ്. ഓൺചി എവിടെ? ആ ഓക്കെ. ഇനി കൈ വെച്ചോ. കറക്റ്റ്. ആ മോളിലേക്ക് More like it. ലെഫ്റ്റ് കുറച്ച് ലെഫ്റ്റ് കറക്റ്റ് കുറച്ച് ലെഫ്റ്റിലേക്ക് മാറിയാൽ മതി. ക്ലോസ് ആണ് ദീപ. ക്ലോസ് ആണ് അല്ലേ? പിന്നല്ലേ കോസല്ലേ, നെറ്റില്ലേ എന്തായാലും. സമയം എല്ലാവരും മറത്തിടിക്കാൻ പോകും. നിങ്ങൾ ഞെട്ടും. അവസാനത്തെ Talk to Nora. ശ്യാമിലിക്ക് കാണാം. കാണാവോ? ഇല്ല ഒന്നും കാണില്ല. അവന് ഇച്ചിരിയുടെ നീളത്തിൽ. ഓ Last person. Yeah, I'm on the first second. ലേറ്റ് ആയാൽ എന്താ ലേറ്റസ്റ്റ് ആയിട്ട് വരിക.
ഷാമിലി ഒന്നും മിണ്ടാത്ത കാണാൻ വേണ്ടി. ഇതാണോ മോഡ്? പോട്ടെ ഓക്കെ പോട്ടെ എനിക്ക് കൈമാറ്റി ആ No. Right there, Lily, right there. Down, up, left, right. Yeah, right there. Right. പപ്പടം extra. ഒരു സ്റ്റെപ്പ് അനക്കിയാലോ? ഒരു കാല് രണ്ടുപേരും രണ്ട് കാലും ഒന്നിച്ചു വെക്കണം. You have to go like this, not like this. Okay? This or this. This? No, that is not allowed. This or this. അത് full ആയ അതിനിപ്പോ ഫുള്ളാണെങ്കിൽ ഇങ്ങനെ അടിച്ചോട്ടെ. ഞാൻ ജഡ്ജ്. ഇങ്ങനെ ചെയ്യാലോ അത് പറ്റില്ല. അങ്ങനെ പറ്റുന്നേ. ഓക്കെ ഇച്ചിരി റിലാക്സേഷൻ. യു ഹാവ് ടു കം ലിറ്റിൽ ബിറ്റ് മോർ. ജഡ്ജ് for your marks, get set, go. ആരാ പറയണേ? ചേട്ടൻ ഓക്കെ 1 2 3 കര കുളം കുളം കര കര കുളം കര കുളം കര കുളം കുളം. ഓക്കെ കര Okay, അവിടെ ചെന്നിരുന്നോ? കുളം കര കര കുളം കുളം കര കുളം കുളം കര കുളം കര കുളം കര കുളം കര കുളം കര കുളം കര കര കുളം. Okay, you can. Just get it. Yeah. Kara. Kulam. Kara. Kulam. Kara. Kulam. Kara. Yes, no. Okay, kulam. ഇച്ചിരി സ്പീഡിലാവണം. കുളം. എല്ലാവരും Go forward only. Okay? When it stops, മെയിൻ സ്റ്റാർ വന്നില്ല പപ്പടം കണ്ടുപിടിച്ചു. കുറച്ചൊരു ആളില്ല. Reverse order, so this way. Go fast. Go. സിംഗാപ്പൂർ. പുള്ളിതാ അപ്പൊ ഞാനും കളിയത് അവരാരുമില്ല, ഞാനും നിൽക്കാം. കളിക്കാൻ പറ്റത്തില്ല. അതാ ചിപ്സ് കഴിച്ചിട്ട് ഒരു നേരം വെറും അങ്ങോട്ട് മുമ്പോട്ട് നോക്കാം എല്ലാരും ഫ്രണ്ടിലോട്ട്. ഓക്കെ ഉറക്കം വരുന്നു വേഗം ആയിക്കോട്ടെ. ഉറക്കം
കിച്ചനെ നിയമം കാണിച്ച് മറന്നുപോയോ? ആരും നോക്കരുത്. നോ ചീറ്റിംഗ്. ഇത് എന്തൊരു സൈലൻസ്. ബാക്ക്ഗ്രൗണ്ടിൽ പാട്ട് ഇരിക്കുന്നവർക്ക് പാട്ട് വേണം. നിനക്കറിയാവുന്ന കാണിച്ചു. That's it. എവിടെ വരെ എത്തി? ഞാൻ തിരിയട്ടെ? കാണിച്ചോ? ഇതൊക്കെ പോയോ? He died first and then he started eating. That's like a chicken. അയ്യോ, ഇത് നമ്മള് ചെയ്യാവുന്ന കാര്യം സൈമൺ സൈസ് വേണം ആദ്യം. ആദ്യം വാണി സസ് പറ. It says walk in a circle. നിന്നോടൊന്ന് ഇറങ്ങിയാ മതി. No way to walk in a circle. Not spin, walk in a circle. Stop walking. Stop walking. Simon says to stop walking. Simon says to dance like an octopus. അല്ല, ആദ്യം കാണിച്ചു കൊടുക്കാം. അപ്പോ ആരെങ്കിലും കുളിച്ചിട്ട് ഉറങ്ങിയിട്ടൊക്കെ വരാം. അവരെ ജപിക്കാൻ അതെ, എല്ലാം ഉണ്ട് മനസ്സിലായി. The best you can. അങ്ങനെ ഗെയിംസ് എല്ലാം കഴിഞ്ഞു, പാട്ടിലോട്ട് കയറി. Is it on? US border cross. ഒരു കുളിര്, ഒരു കുളകം, ഒരു കുളിര്, ഒരു കുളകം. അല്ല, അത് കഴിഞ്ഞ് ഞാൻ മൈനാകം പാടുന്നു. എങ്കിൽ മൈനാകം പാടിയാൽ മതി. കുളിര് പോട്ടെ. Feel, 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 feel. Get your solo. Thank you.
आपकी आँखों में कुछ महके हुए कोई राज है, आपकी आँखों में कुछ महके हुए कोई राज है, आपसे भी कुछ. അങ്ങനെ കുമ്പ നിറച്ചുള്ള സദ്യയും ഗെയിമും പാട്ടും എല്ലാമായിട്ട് നല്ലൊരു അടിപൊളി ഓണം കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് പോവാണ്. വ്ളോഗും വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പൊ എല്ലാവരും നല്ല സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കും. നന്മയും ഐശ്വര്യവും നിറഞ്ഞ ദിവസങ്ങളാവട്ടെ ഇനി അങ്ങോട്ട്. ടേക്ക് കെയർ. ബൈ.